ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് 2021 നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസായ മിഡ് നൈറ്റ് മാസ് എന്ന ഒരു ഹൊറർ മിസ്റ്ററി സീരീസ് എപ്പിസോഡ് 1ന്റെ എക്സ്പ്ലനേഷനാണ്. ജനസംഖ്യ വളരെ കുറവായി ഒറ്റപ്പെട്ടു കിടക്കുന്ന ഒരു ദ്വീപ്. അവിടെയുള്ള ജനങ്ങൾക്കെല്ലാം ക്രിസ്ത്യൻ മതത്തിൽ ഒരുപാട് വിശ്വാസമായിരുന്നു. അങ്ങനെയിരിക്കെ ദ്വീപിലുള്ള ചർച്ചിലെ പാസ്റ്ററെ ഒരു ദിവസം കാണാതാവുകയാണ്. അയാൾക്ക് പകരക്കാരനായി അവിടെ എത്തുന്ന യുവാവായ ഒരു ഫാദർ. അയാൾ വന്നതിനു ശേഷം ആ ദ്വീപിൽ വിശ്വസിക്കാനാവാത്തതും നിഗൂഢവുമായ പല കാര്യങ്ങളും സംഭവിക്കുന്നു. ഇതാണ് സീരീസിന്റെ വൺ ലൈൻ. നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് കടക്കാം. യു ആർ വാച്ചിങ് എക്സ്പ്ലനേഷൻ ഫയൽസ്. കഥയുടെ ആരംഭത്തിൽ മദ്യപിച്ച് കാറോടിക്കുകയായിരുന്ന റെയ്ലി എന്ന യുവാവ് മറ്റൊരു കാറുമായി കൂട്ടിയിടിക്കുന്നു. ഈ ആക്സിഡന്റിൽ ഒരു പെൺകുട്ടി സ്പോട്ടിൽ വെച്ച് തന്നെ മരണപ്പെടുകയാണ്. റെയ്ലിക്കും അവൻ ചെയ്തത് വലിയൊരു തെറ്റാണെന്ന് മനസ്സിലാവുകയും അതിൽ കുറ്റബോധം തോന്നിയ അവൻ കോടതിയിൽ അവന്റെ ഭാഗത്താണ് തെറ്റെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. കോടതി അവനെ 4 വർഷത്തേക്ക് ശിക്ഷിക്കുന്നു. ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും അവന്റെ പിഴവ് മൂലം മരണപ്പെട്ട ആ പെൺകുട്ടിയുടെ രൂപം അവൻ കണ്ടുകൊണ്ടേയിരുന്നു. ഒരു കുറ്റബോധത്തോടെ അവൻ ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തിനുള്ളിൽ തന്നെ ഒരു ദൈവവിശ്വാസിയായിരുന്ന അവൻ നിരീശ്വരവാദിയായി മാറിയിരുന്നു. അങ്ങനെ 4 വർഷങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. ഇന്നാണ് റെയ്ലി റിലീസാവുന്നത്. അവന്റെ ജന്മസ്ഥലമായ ആ ദ്വീപിനെ കുറിച്ച് അവൻ ഓർക്കുന്നു. അവിടേക്ക് തന്നെ തിരിച്ചു പോവാമെന്ന് ഒരു മടുപ്പോടെ അവൻ വിചാരിക്കുകയാണ്. ആ സീൻ അവിടെ കട്ടായി. കടലിൽ ഒറ്റപ്പെട്ടു കിടക്കുന്ന ആ ദ്വീപിനെ കാണിക്കുന്നു. ക്രോക്കറ്റ് ഐലൻഡ് എന്നാണ് എല്ലാവരും ആ ദ്വീപിനെ വിളിച്ചിരുന്നത്. 127 ആളുകൾ മാത്രമാണ് ഇപ്പോൾ അവിടെ ജീവിക്കുന്നത്. റെയ്ലി റിലീസാവുന്ന വിവരം അറിഞ്ഞ് അവന്റെ അച്ഛനും അമ്മയും ഒരുപാട് സന്തോഷിക്കുന്നു. റെയ്ലിക്ക് ഒരു സഹോദരൻ കൂടെയുണ്ട്, വാറൻ. എന്നാൽ വാറന് റെയ്ലി റിലീസാവുന്ന കാര്യമറിഞ്ഞ് വലിയ സന്തോഷമൊന്നുമില്ല. അച്ഛനോടും അമ്മയോടും പുറത്തു പോവുകയാണെന്ന് പറഞ്ഞ ശേഷം അവന്റെ കൂട്ടുകാരായ 2 ബോയ്സിനൊപ്പം അവിടെയുള്ള ഒരാളെ കാണാനായി പോവുകയാണ്. അയാളുടെ കയ്യിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങിയ അവർ 3 പേരും അത് ഉപയോഗിക്കാനായി ഒരു സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണ്. പോകുന്ന വഴിയിൽ അവരുടെ സുഹൃത്തായ ലിസ എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ അവർ കാണുന്നു. ലിസയ്ക്ക് നടക്കാൻ കഴിയില്ല, വീൽ ചെയറിലാണ് അവളുടെ ജീവിതം. ഹേയ് ലിസ, നീയും ഞങ്ങൾ കൂടെ വരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ ഞാനില്ല, എനിക്ക് ഈ കാലം വെച്ച് അതിന് സാധിക്കില്ല എന്ന് പറയുകയാണ് ലിസ. അങ്ങനെ അവർ 3 പേരും അവിടെ നിന്ന് പോവുകയും ബീച്ച് സൈഡിൽ എത്തുകയും ചെയ്യുന്നു. ആ ദ്വീപിന് സമീപം മനുഷ്യവാസമില്ലാതെ കിടക്കുന്ന ഒരു ചെറിയ ദ്വീപ് കൂടെയുണ്ട്. അങ്ങോട്ട് ഒരു ചെറിയ വഞ്ചി തുഴഞ്ഞു പോവുകയാണ് അവർ 3 പേരും. ദ്വീപിലേക്ക് കയറിയതും കുറ്റിച്ചെടികൾക്കിടയിൽ മുഴുവനും കണ്ണുകൾ പോലെ വസ്തുക്കൾ തിളങ്ങുന്നത് അവർ കാണുന്നു. ഒന്ന് ഭയപ്പെട്ട അവർ ടോർച്ചെടുത്ത് നോക്കുമ്പോൾ കാര്യം മനസ്സിലാവുന്നു. അതെല്ലാം പൂച്ചകളായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ ദ്വീപിലേക്ക് ഒരു 4-5 പൂച്ചകളെ കൊണ്ടുവന്ന് വിട്ടിരുന്നു. ആ പൂച്ചകൾ പെറ്റുപെരുകി ഇപ്പോൾ ആ ചെറിയ ദ്വീപ് മുഴുവൻ പൂച്ചകളാണ്. പൂച്ചദ്വീപ് എന്നും ആളുകൾ അതിനെ വിളിച്ചിരുന്നു. എന്നെല്ലാം സംസാരിച്ചു കൊണ്ട് നടക്കുകയാണ് അവർ. ഇവിടെ ഇത്രയും പൂച്ചകളുണ്ടല്ലോ, ഇവറ്റകൾക്ക് കഴിക്കാൻ മാത്രം എന്താണ് ഈ ദ്വീപിലുള്ളത് എന്ന് ചോദിക്കുകയാണ് അതിലെ ഒരു ബോയ്. അതിന് മറുപടിയായി വാരന്റെ മറ്റൊരു സുഹൃത്ത്, 100 വർഷങ്ങൾക്ക് മുൻപ് ഈ ദ്വീപിലും ആളുകൾ ജീവിച്ചിരുന്നു. അവരുടെ മരണശേഷം ഇവിടെ തന്നെയാണ് അവരെ കുഴിച്ചിട്ടിരിക്കുന്നത്. ഒരു കൊടുങ്കാറ്റോ പേമാരിയോ വന്നാൽ കുഴിച്ചിട്ടിരിക്കുന്ന ആ ശവങ്ങൾ മുഴുവൻ പുറത്തു വരും. അതാണ് ഈ പൂച്ചകൾ കഴിക്കുന്നതെന്ന് പറയുകയാണ്. ഇത് കേട്ട വാരൻ, 100 വർഷങ്ങൾക്ക് മുമ്പ് കുഴിച്ചിട്ടതാണെങ്കിൽ ഇപ്പോൾ വെറും അസ്ഥികൾ മാത്രമേ ബാക്കിയുണ്ടാവൂ. എന്താണെന്നാൽ കൊടുങ്കാറ്റ് വരുമ്പോൾ എൻ്റെ വീടിൻ്റെ പുറകുവശത്തുള്ള ബീച്ചിൽ മുഴുവൻ അസ്ഥികൾ വന്ന് അടിയാറുണ്ട്. അത് ഈ ദ്വീപിൽ നിന്നും വരുന്നതാണ് എന്ന് പറയുന്നു. അങ്ങനെ ദ്വീപിൻ്റെ ഒരു സൈഡിൽ നിന്ന് അവർ 3 പേരും മദ്യപിക്കാനും മയക്കുമരുന്ന് ഉപയോഗിക്കാനും ആരംഭിക്കുന്നു. എന്നാൽ പെട്ടെന്ന് കുറ്റിക്കാട്ടിൽ നിന്നും ശബ്ദം കേൾക്കുന്ന അവർ ടോർച്ചടിച്ച് നോക്കുമ്പോൾ ഒരു മോൺസ്റ്ററിനെ പോലെ ഒരു രൂപം അവിടെ മറയുന്നത് അവർ കാണുന്നു. ഇത് കണ്ടതും അവർ 3 പേരും ഒരുപാട് ഭയപ്പെടുകയും പേടിച്ച് ശബ്ദമുണ്ടാക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ആ രൂപത്തെ പിന്നീട് കാണാനായി സാധിച്ചില്ല. അതുകൊണ്ട് അത് വെറും പൂച്ചയാണ്, നമുക്ക് തോന്നിയതാവുമെന്ന് കരുതി അവർ സമാധാനിക്കുന്നു. അടുത്ത ദിവസം രാവിലെ ആ ദ്വീപിലുള്ള ചർച്ചിലെ പാസ്റ്ററുടെ വീട്ടിലേക്ക് ഒരു സ്ട്രേഞ്ചറായ വ്യക്തി കടന്നു വരുന്നു. ആ വീട്ടിൽ വേറെ ആരെയും കാണാൻ സാധിക്കുന്നില്ല. അവിടെ എത്തിയ അയാൾ ഒരു വലിയ പെട്ടി ആ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുകയും പെട്ടി തുറക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. ആരാണ് ആ പെട്ടി കൊണ്ടുവന്നതെന്നോ അതിനുള്ളിൽ എന്താണെന്നോ ഇപ്പോൾ കാണിക്കുന്നില്ല. ആ സീൻ അവിടെ കട്ടാവുന്നു. ജയിലിൽ നിന്നും റിലീസായ റെയ്ലി കപ്പൽ മുഖേന ദ്വീപിലേക്ക് എത്തുകയാണ്. അവിടെ അവനെ സ്വീകരിക്കാനായി റെയ്ലിയുടെ അമ്മയും ഉണ്ടായിരുന്നു.
അവർ രണ്ടുപേരും ഒരുപാട് സന്തോഷിക്കുന്നു. ഈ സമയം അവിടേക്ക് വരികയാണ് ബേവ് എന്ന ഒരു ലേഡി. ചർച്ചിലെ ഇമ്പോർട്ടൻ്റ് ആയ മെമ്പേഴ്സിൽ ഒരാളാണ്. റെയ്ലി വന്ന ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ്റെ അടുത്ത് പോയ ആ ലേഡി, ഞങ്ങളെ നാട്ടിലെ പാസ്റ്ററെ കുറച്ച് നാളുകളായി കാണാനില്ല, നിങ്ങളുടെ ഷിപ്പിൽ അദ്ദേഹം പുറം നാട്ടിൽ എവിടെയെങ്കിലും പോയിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, ഞാൻ പാസ്റ്ററെ കണ്ടിട്ട് തന്നെ ഒരുപാട് നാളായി എന്ന് പറയുകയാണ് ക്യാപ്റ്റൻ. വീട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് റെയ്ലിയും അമ്മയും. പിന്നിൽ ബേവും ഉണ്ടായിരുന്നു. ആ സീൻ അവിടെ കട്ടായി. ദ്വീപിലുള്ള ഒരേയൊരു ഹോസ്പിറ്റൽ കാണിക്കുന്നു. അവിടെയുള്ള ഡോക്ടർ സാറ പേഷ്യൻസിനെ പരിശോധിക്കുകയാണ്. ദ്വീപിലുള്ള എറിൻ എന്ന പ്രഗ്നന്റ് ലേഡിയെ പരിശോധിക്കുകയാണ് ഡോക്ടർ സാറ. അതുകൂടാതെ എറിൻ എന്ന ഈ ലേഡിയാണ് ദ്വീപിലെ ടീച്ചർ. എൻ്റെ കുട്ടിക്ക് എങ്ങനെയുണ്ട് എന്ന് എറിൻ ചോദിക്കുമ്പോൾ കുട്ടി നോർമലാണെന്നും വേറെ കുഴപ്പമൊന്നും തന്നെ കാണിക്കുന്നില്ല എന്ന് പറയുകയാണ് ഡോക്ടർ സാറ. ഈ സമയത്താണ് റെയ്ലിയും അമ്മയും നടന്നു വരുന്നത് ജനൽ വഴി എറിൻ കാണുന്നത്. എറിനും റെയ്ലിയും ചെറുപ്പം തൊട്ടേയുള്ള സുഹൃത്തുക്കളായിരുന്നു. അവർ റിലീസായ കാര്യം ഇപ്പോഴാണ് അവളും അറിയുന്നത്. പെട്ടെന്ന് ക്ലിനിക്കിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നതും അവർ തിരിഞ്ഞു നോക്കുന്നു. അത് ഡോക്ടർ സാറയുടെ അമ്മ ആയിരുന്നു. എൻ്റെ റൂം മുകളിലായിരുന്നില്ലേ, ഇപ്പോൾ എങ്ങനെയാണ് താഴത്തെ നിലയിലേക്കായത് എന്നെല്ലാം ഓർമ്മയില്ലാത്ത പോലെ ചോദിക്കുകയാണ് അവർ. അമ്മ, നിങ്ങൾ മുകളിൽ നിന്നും താഴെ വീണ് പരിക്ക് പറ്റിയിരുന്നില്ലേ, ഇനി മുകളിലെ നിലയിൽ ഇരിക്കണ്ട, അതുകൊണ്ടാണ് താഴേക്ക് റൂം മാറ്റിയത് എന്ന് പറയുകയാണ് ഡോക്ടർ സാറ. ഈ സമയം ഹോസ്പിറ്റലിന് മുൻപിലൂടെ നടന്നു പോവുകയാണ് റെയ്ലിയും അമ്മയും. ഇതെല്ലാം കാണുകയാണ് തൊട്ടപ്പുറത്തുള്ള പോലീസ് സ്റ്റേഷനിലെ ഷെരീഫ്. ഇവർ റിലീസായോ എന്ന് ഷെരീഫ് ചോദിക്കുമ്പോൾ അതേ എന്ന് മറുപടി കൊടുത്ത് അവർ അവിടെ നിന്നും പോകുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന ഷെരീഫ് ലോക്കപ്പിൻ്റെ മുൻപിൽ എത്തുന്നു. അവിടെ ഒരാളെ പിടിച്ചിട്ടിരുന്നു. പെട്ടെന്ന് ബോധം വന്ന അയാൾ എന്നെ എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അതിന് ആര് അറസ്റ്റ് ചെയ്തു? ഇന്നലെ രാത്രി മദ്യപിച്ച് ബോധമില്ലാതെ ഇവിടെ കയറി വന്ന് പ്രേതത്തെ കണ്ടു, മോൺസ്റ്ററിനെ കണ്ടു എന്നെല്ലാം പറഞ്ഞ് നിലവിളിക്കുകയായിരുന്നു. ബോധമില്ലാതെ റോട്ടിൽ കിടക്കണ്ട എന്ന് കരുതിയാണ് എടുത്ത് ലോക്കപ്പിലാക്കിയതെന്ന് പറയുകയാണ് ഷെരീഫ്. ഈ ലോക്കപ്പിലുള്ള ആളെ നമുക്ക് ഡ്രങ്കാർഡ് എന്ന് തന്നെ വിളിക്കാം. അയാൾക്കൊരു ഡോഗും ഉണ്ടായിരുന്നു. നേരെ വന്ന അയാൾ ആ ഡോഗിനെ അന്വേഷിക്കുന്നു. ഈ സമയം അതുവഴി നടന്നു പോയിരുന്ന ബേവ് എന്ന പേരുള്ള ചർച്ചിലെ പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളായിരുന്ന ഈ ലേഡിയെ ഡ്രങ്കാർഡിന്റെ ഡോഗ് കാണുന്നതും കുരയ്ക്കാൻ ആരംഭിക്കുകയാണ്. ഇത് കാണുന്ന ബേവ്, ഈ ഡോഗ് ഒരു മോശപ്പെട്ടതാണ്, ഇതിനെ ഈ ദ്വീപിൽ നിന്നും തന്നെ പുറത്താക്കേണ്ടതാണ് എന്നെല്ലാം പറയുകയാണ്. ഇത് കേൾക്കുന്ന ഷെരീഫും, ഇല്ല, ഇത് നല്ല ഡോഗാണ്, അത് വേറെ എന്തെങ്കിലും കണ്ണു കുറിച്ചതാമെന്ന് പറഞ്ഞ് ബേവ് എന്ന ആ ലേഡിയെ പറഞ്ഞു വിടുകയാണ്. ഡ്രങ്കാർഡും അയാളുടെ ഡോഗുമായി അവിടെ നിന്ന് പോകുന്നു. റെയ്ലിയും അമ്മയും അങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഈ സമയം റെയ്ലി, അമ്മ, ഇവിടെ ഒരുപാട് ആളുകൾ ജീവിച്ചിരുന്നില്ലേ, പിന്നെ ഇപ്പോൾ എങ്ങനെയാണ് ജനസംഖ്യയിൽ ഇത്രയും കുറവ് വന്നത് എന്ന് ചോദിക്കുകയാണ്. 3 വർഷം മുമ്പ് ഇങ്ങോട്ട് വന്ന ഒരു ഷിപ്പ് ലീക്കാവുകയും അതിനുള്ളിലെ ഓയിൽ നമ്മളുടെ ദ്വീപിന്റെ ചുറ്റുപാടും സ്പ്രെഡ് ആവുകയും ചെയ്തിരുന്നു. അതുകാരണത്താൽ ഇവിടെ പകർച്ചവ്യാധികളും രോഗങ്ങളും ഉണ്ടാവുകയും ചെയ്തു. അതുമാത്രമല്ല, ഇവിടെയുള്ള മത്സ്യസമ്പത്തിൽ വലിയ കുറവ് സംഭവിക്കുകയും ചെയ്തു. അതുകൊണ്ട് ജീവിക്കാൻ വേറെ മാർഗമില്ലാതെ ഒരുപാട് പേർ ഈ ദ്വീപ് ഉപേക്ഷിച്ചു പോയി എന്ന് പറയുകയാണ് റെയ്ലിയുടെ അമ്മ. ഈ സമയം ദ്വീപിലെ ഷെരീഫും ഇമ്പോർട്ടൻ്റ് ആയ ആളുകളെല്ലാം ചേർന്ന് അവിടെയുള്ള സ്കൂളിൽ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയാണ്. നാളെ ഒരു വലിയ കൊടുങ്കാറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് വളരെ ശക്തി പ്രാപിച്ചേക്കും. അതുകൊണ്ട് നമ്മളെല്ലാവരും സേഫായ ഒരു സ്ഥലം കണ്ടുപിടിച്ച് അങ്ങോട്ട് മാറേണ്ടതുണ്ട് എന്ന് പറയുകയാണ് ഷെരീഫ്. ഇത് കേട്ട ബേവ്, നമ്മുടെ ചർച്ച് വളരെ സ്ട്രോങ് ആണ്, അതുകൊണ്ട് എല്ലാവരും ചർച്ചിലേക്ക് വരൂ, അവിടെ സേഫ് ആയിരിക്കാമെന്ന് പറയുമ്പോൾ അവിടെയുള്ളവരെല്ലാം അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. രാത്രി റെയ്ലി കുടുംബത്തോടൊപ്പം ഇരുന്ന് ഡിന്നർ കഴിക്കുകയാണ്. ഈ സമയം റെയ്ലിയുടെ അമ്മ, നാളെ കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് നമ്മളെല്ലാവരും ചർച്ചിലേക്ക് പോകണം. അതുമാത്രമല്ല, റെയ്ലി, നീയായിരുന്നില്ലേ അവിടുത്തെ പാസ്റ്ററുടെ ഹെൽപ്പർ, ഇനിയും നീ ആ ജോലി തന്നെ ചെയ്യണമെന്ന് പറയുകയാണ്. ഇത് കേട്ടതും, എനിക്ക് ആ ജോലി ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുകയാണ് റെയ്ലി. എന്താണെന്നാൽ ജയിലിൽ കഴിഞ്ഞ ആ 4 വർഷങ്ങൾ കൊണ്ട് ദൈവത്തിലുള്ള വിശ്വാസം അവന് നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഞാൻ ചർച്ചിലേക്കും വരുന്നില്ല, എനിക്ക് പ്രാർത്ഥിക്കുകയും വേണ്ട എന്ന് പറയുകയാണ് റെയ്ലി. ഇതെല്ലാം കേട്ടതും റെയ്ലിയുടെ അമ്മ ഒരുപാട് വിഷമിക്കുന്നു. റെയ്ലിയുടെ അച്ഛൻ അവനോട് തനിച്ച് സംസാരിക്കാനായി വരുന്നു. നിനക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ ഇല്ലയോ, അതൊക്കെ നിന്റെ ഇഷ്ടം. എന്നാൽ നിന്റെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയെങ്കിലും നീ ചർച്ചിലേക്ക് വരണം. എന്താണെന്നാൽ നീ ജയിലിൽ പോയതിനു ശേഷം ഓരോ ദിവസവും നിനക്ക് വേണ്ടി അവൾ പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് പറയുന്നതും
ശരി, അമ്മയ്ക്ക് വേണ്ടി ഞാൻ വരാമെന്ന് റെയ്ലിയും സമ്മതിക്കുകയാണ്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ ദ്വീപിനടുത്തുള്ള പൂച്ചകൾ മാത്രം ജീവിക്കുന്ന ആ ചെറിയ ദ്വീപിനെ കാണിക്കുന്നു. അവിടെ കാടിനിടയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പൂച്ചയെ എന്തോ ഒരു വസ്തു കാടിനിടയിൽ നിന്നും വന്ന് കൊലപ്പെടുത്തുന്നു. ആ രാത്രിയിൽ ദ്വീപിലെ കാണാതായ പാസ്റ്ററുടെ വീട്ടിലേക്ക് പോവുകയാണ് ബേവ് എന്ന ആ ലേഡി. എന്താണെന്നാൽ അവിടെ ആരോ ഉള്ളതുപോലെ ആ ലേഡിക്ക് തോന്നിയിരുന്നു. കതകിൽ തട്ടി വിളിക്കുന്നുണ്ടെങ്കിലും ആരും തന്നെ കതക് തുറക്കുന്നില്ല. ഇത് കണ്ടതും സംശയം തോന്നിയ ബേവ് അവളുടെ കയ്യിലുള്ള കീ എടുത്ത് ഡോർ തുറക്കുന്നു. വീടിനകത്ത് പ്രവേശിക്കുന്ന ബേവ് കാണുന്നത് വീട് മുഴുവൻ നശിപ്പിച്ചിട്ടേക്കുന്നതാണ്. അതുമാത്രമല്ല, വീടിന്റെ നടുവിലായി ഒരു വലിയ പെട്ടിയും കാണപ്പെടുന്നു. സീരീസിന്റെ തുടക്കത്തിൽ ഏതോ ഒരാൾ ആ പെട്ടി അവിടെ കൊണ്ടുവെക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ബേവ് ആ പെട്ടിയിൽ എന്താണെന്ന് തുറന്നു നോക്കാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് ഒരാൾ കടന്നു വരികയാണ്. അത് വേറെ ആരുമല്ല, കാണാതായ പഴയ പാസ്റ്ററിന് പകരം വന്ന പുതിയ പാസ്റ്ററാണ്. ഇദ്ദേഹത്തെ നമുക്ക് ഫാദർ എന്ന് വിളിക്കാം. അങ്ങനെ അടുത്ത ദിവസമാവുന്നു. ഇന്നാണ് കൊടുങ്കാറ്റും പേമാരിയും വരാൻ പോകുന്നത്. അതൊരു ഞായറാഴ്ച കൂടി ആയതിനാൽ എല്ലാവരും പള്ളിയിലേക്ക് പ്രാർത്ഥിക്കാനായി വന്നിരുന്നു. അവിടേക്ക് വരുന്ന പുതിയ ഫാദർ അവിടെയുള്ളവരോടായി പഴയ പാസ്റ്റർക്ക് വയസ്സായതും രോഗങ്ങൾ കൂടിയതും കാരണം ദ്വീപിന് പുറത്തുള്ള സിറ്റിയിലെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാനാണ് ഇനി മുതൽ ഇവിടുത്തെ പുതിയ ഫാദർ എന്ന് പറഞ്ഞ ശേഷം അവിടെ വന്നവർക്കായി പ്രാർത്ഥിക്കാൻ ആരംഭിക്കുകയാണ്. എന്നാൽ റെയ്ലി മാത്രം അവിടെ വലിയ താല്പര്യമില്ലാതെ ഇരിക്കുന്നു. പുതിയതായി വന്ന ഫാദർ എല്ലാവരോടും നന്നായി പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്നു. വീൽ ചെയറിലുള്ള ലിസ എന്ന പെൺകുട്ടിയോടും നന്നായി സംസാരിക്കുന്നു. ഇതിനിടയിൽ റെയ്ലി പ്രാർത്ഥിക്കാതിരിക്കുന്നതും അവന് ദൈവത്തിൽ വിശ്വാസമില്ലാതായിരിക്കുന്നു എന്ന കാര്യവും ആ ഫാദർ മനസ്സിലാക്കുന്നു. ഇതിനെക്കുറിച്ച് ഫാദർ റെയ്ലിയുടെ അമ്മയോട് ചോദിക്കുമ്പോൾ ജയിലിൽ നിന്നും വന്നതുകൊണ്ട് അവൻ്റെ മനസ്സൊന്നും ശരിയല്ല, പതിയെ എല്ലാം ഓക്കെ ആയിക്കോളുമെന്ന് പറഞ്ഞ് അവർ അവിടെ നിന്നും പോകുന്നു. റെയ്ലി അവൻ്റെ സുഹൃത്തും ദ്വീപിലെ ടീച്ചറുമായ എറിൻ എന്ന ലേഡിയോട് സംസാരിക്കുകയാണ്. ഇനി അങ്ങോട്ട് രണ്ടുപേരും ഈ ദ്വീപിൽ തന്നെ ജീവിക്കാനാണ് തീരുമാനിക്കുന്നത്. എന്താണെന്നാൽ റെയ്ലി ദ്വീപ് വിട്ട് പുറത്തു പോയി അവിടെ വെച്ചാണ് ആക്സിഡന്റ് സംഭവിച്ചതും ജയിലിൽ കിടന്നതും. അതുപോലെ എറിനും ദ്വീപ് വിട്ട് പുറത്തു പോയിരുന്നു. അവളുടെ വിവാഹമെല്ലാം അവിടെ വെച്ച് കഴിഞ്ഞിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ ഹസ്ബൻഡുമായി പിണങ്ങി ഡിവോഴ്സായി ദ്വീപിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അവൾ പ്രഗ്നന്റ് കൂടെയാണ്. ഇതിനെക്കുറിച്ചെല്ലാം സംസാരിച്ചു നടക്കുകയാണ് അവർ. അങ്ങനെ സമയം രാത്രിയാവുന്നു. കൊടുങ്കാറ്റും പേമാരിയും ആ ദ്വീപിനെ പിടിച്ചു കുലുക്കുന്നു. കാലാവസ്ഥ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. ദ്വീപിലുള്ള എല്ലാവരും ചർച്ചിൽ അഭയം തേടിയിരുന്നു. എന്നാൽ റെയ്ലിയും അവൻ്റെ ഫാമിലിയും അവരുടെ വീട്ടിൽ തന്നെയാണ്. ഈ സമയം റെയ്ലി ജനൽ വഴി പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെയുള്ള പഴയ പാസ്റ്റർ നടന്നു പോകുന്നതായി കാണുകയാണ്. ഈ കാര്യം അവൻ പേരൻസിനോട് പറയുന്നു. എന്നാൽ ആ പാസ്റ്റർ വളരെ വൃദ്ധനാണ്, അയാൾക്ക് ഇത്രയും വേഗത്തിൽ നടക്കാനാവില്ല. മാത്രവുമല്ല, പുറത്ത് അത്രയും കൊടുങ്കാറ്റുമുണ്ട് എന്ന് പറയുകയാണ് അവർ. ഇതൊന്നും കേൾക്കാതെ റെയ്ലി പുറത്തേക്ക് ഓടിപ്പോകുന്നു. അവിടെ ആ പഴയ പാസ്റ്ററിനെ അവൻ കാണുകയാണ്. അടുത്തേക്ക് ചെല്ലാൻ വേണ്ടി അവൻ ട്രൈ ചെയ്യുമ്പോൾ ആ പാസ്റ്റർ അവനെ വിട്ട് ദൂരേക്ക് ഓടിപ്പോവുകയാണ്. ഇതെന്താണെന്ന് മനസ്സിലാവാതെ റെയ്ലി തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ സൂര്യൻ ഉദിക്കുന്നു. കൊടുങ്കാറ്റും പേമാരിയുമെല്ലാം നിലച്ചിരുന്നു. ഈ സമയം റെയ്ലിയുടെ വീടിന്റെ പിറകുവശത്തിൽ ഒരുപാട് പരുന്തുകൾ പറക്കുന്നത് അവരുടെ ശ്രദ്ധയിൽ പെടുന്നു. എന്താണെന്ന് പോയി നോക്കുമ്പോൾ അവിടെയുള്ള ബീച്ച് മുഴുവൻ പൂച്ചകളുടെ ശവങ്ങൾ വന്ന് അടിഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നറിയാതെ അതും നോക്കി നിൽക്കുകയാണ് അവർ. ഇങ്ങനെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കുന്നു. എന്തായിരിക്കും ഇത്രയും പൂച്ചകളുടെ മരണത്തിന് കാരണം? കാണാതായ ആ പാസ്റ്ററിന് എന്താണ് സംഭവിച്ചിരിക്കുക? ആ ദ്വീപിനെ പിടികൂടിയിരിക്കുന്ന പുതിയ അപകടം എന്തായിരിക്കും? ഇതെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാനാവുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്ത എപ്പിസോഡ് കാണാനായി എക്സ്പ്ലനേഷൻ ഫയൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ബൈ.